ഹൈ ഡിയേഴ്സ്, പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീ പ്രൈമറി സ്കൂൾ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ നമ്മുടെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷന് അതിന്റെ ക്വാളിറ്റി സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ അതിന്റെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രീ പ്രൈമറി സ്കൂൾ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. Pre-Primary School Accreditation Council of India is a non-profit organization incorporated under subsection 2 of section 7 and subsection 1 of section 8 of Companies Act 2013, 18 of 2013 and Rule 18 of the Company Rules 2014 by Ministry of Corporative Affairs, Government of India, specifically working in the field of education. അപ്പൊ നമ്മുടെ പ്രീ പ്രൈമറി സ്കൂൾ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അത് നമ്മുടെ ഗവൺമെന്റിന്റെ, അതായത് നമ്മുടെ കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയുടെ 2014 റൂളിലുള്ള ആ ഒരു കമ്പനിയുടെ 18th റൂളിലും അതുപോലെ തന്നെ എന്താണ് കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ടിന്റെ അതിലുള്ള ഡിഫറെന്റ് സെക്ഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അതിലുള്ള സെക്ഷൻ 2 അപ്പോ 7th സബ്സെക്ഷനിലുള്ളതും അതുപോലെ സെക്ഷൻ 8ലും ഉള്ളതും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് പ്രീ പ്രൈമറി സ്കൂൾ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. നിങ്ങൾ ഈ സബ്സെക്ഷൻ ഒന്നും കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട കേട്ടോ. കാരണം ഇത് നമ്മൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യല്ലോ. നമ്മൾ ഏതൊരു കമ്പനി, ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും, നമ്മളിപ്പോ ഒരു പുതിയ ഫേം തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു ഹോട്ടൽ ആണെങ്കിലും എന്താണെങ്കിലും നമ്മളത് രജിസ്റ്റർ ചെയ്യണ്ടേ, ഒരു വെഹിക്കിൾ ആണെങ്കിൽ പോലും. അപ്പൊ അതിന്റെ ആ ഒരു സെക്ഷൻ ഒക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് കൺഫ്യൂസ്ഡ് ആവണ്ട കേട്ടോ. Founded in February 2021, Pre-Primary School Accreditation Council of India is the first and one of its kind organization in India, which is working for the betterment of preschools in their quality management. അപ്പോൾ 2021 ഫെബ്രുവരിയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രീ പ്രൈമറി സ്കൂൾ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രീ സ്കൂൾ ഫീൽഡില് പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന, പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആദ്യത്തെ ഓർഗനൈസേഷൻ ആണ് പ്രീ പ്രൈമറി സ്കൂൾ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. Pre-Primary School Accreditation Council of India has a goal to assist pre-primary schools in achieving an international level of recognizing in the quality of education system. അപ്പൊ എന്താണ് ഇവിടെ തന്നെയുണ്ട് പ്രീ പ്രൈമറി സ്കൂൾ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള അതിന്റെ ഗോൾ, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനാഷണൽ ലെവലിലോട്ട് പ്രീ സ്കൂളുകൾ എത്താൻ വേണ്ടിയിട്ട്, അതിന്റെ ക്വാളിറ്റി, എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി സ്ട്രെങ്തൻ ചെയ്ത് ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ട് അതിന്റെ സ്റ്റാൻഡേർഡിലോട്ട്, ആ ഒരു സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീ പ്രൈമറി സ്കൂളുകളെ അസിസ്റ്റ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രീ പ്രൈമറി സ്കൂൾ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും? പ്രീ സ്കൂളുകളെ ഹെൽപ്പ് ചെയ്ത് അവർക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, അതിലൂടെ അവരുടെ ക്വാളിറ്റി സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Pre-Primary School Accreditation Council of India as a leader is providing real value to those schools who are seeking accreditation and certification. Pre-Primary School Accreditation Council of India will guide preschools with an approach to meet their needs. അപ്പൊ എന്താണ് ഈ പ്രീ പ്രൈമറി സ്കൂൾ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയും എന്ത് ചെയ്യും? അവര് ഡിഫറെന്റ് ആയിട്ടുള്ള സ്കൂളുകൾ, അവർക്ക് എന്താണ് ഈ അക്രഡിറ്റേഷനും സർട്ടിഫിക്കേഷനും, ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചില സ്കൂളുകൾ CBSE അഫിലിയേറ്റഡ് അല്ലെങ്കിൽ CBSEയുടെ
എ ഗ്രേഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇപ്പോ കോളേജുകളിലാണെങ്കിലും നാക്ക് അല്ലെ, നാക്കിന്റെ ആ ഒരു എന്താണ് എ ഗ്രേഡ് കിട്ടി, ബി ഗ്രേഡ് കിട്ടി, എ പ്ലസ് ഗ്രേഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് അവർ അത് അക്രഡിറ്റ് ചെയ്യാണ്. കാരണം ആ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓവറോൾ എല്ലാ കാര്യങ്ങളും, എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി, അവിടുത്തെ ഫെസിലിറ്റീസ്, കുട്ടികളുടെ ഒരു എന്താണ് നാച്ചർ, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്, അവിടെ കുട്ടികൾ ഹാപ്പി ആണോ, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓവറോൾ എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, അതിന് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്, അതിന്റെ ക്വാളിറ്റി അതുപോലെ അക്രഡിറ്റേഷൻ ഒക്കെ കൊടുക്കുന്നത്. അതായത് അതിന്റെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ അവരെന്ത് ചെയ്യും, എക്സാമിൻ ചെയ്യും. നമ്മൾക്ക് എക്സാം നടത്തിയിട്ട് നമുക്ക് എത്ര നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടാണല്ലോ നമ്മുടെ റിസൾട്ട് വരുന്നത്. സെയിം ലൈക്ക് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് എല്ലാ കാര്യങ്ങളും എക്സാമിൻ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട്, അപ്പൊ അവർക്ക് എന്താണ് അവരുടെ ആ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും അനുസരിച്ച് എന്താണ് ഗ്രേഡുകളൊക്കെ കൊടുക്കും. അതുപോലെ സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ചില സ്കൂളുകൾ ചിലപ്പോൾ പുറകോട്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള സ്കൂളുകൾക്ക് അവർക്ക് ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ എന്താണ് ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ അവർ അപ്രോച്ച് ചെയ്തിട്ട് അവർക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുക്കുക, വേണ്ട ഹെൽപ്പുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും പ്രീ പ്രൈമറി സ്കൂൾ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ മുന്നോട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയിം ഓഫ് പ്രീ പ്രൈമറി സ്കൂൾ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പം ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. To evolve pre-primary education, contributing with the vision of building a better and bright future of children by accrediting and educating all entities related to pre-primary education. അപ്പോൾ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവരുടെ എന്താണ് ഒരു ബെറ്റർ, കുട്ടികൾക്ക് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാണ്. ഇപ്പൊ ചില സ്കൂളുകൾ നമ്മൾ പറയും നല്ല സ്കൂളാണ്, ടോപ്പ് സ്കൂളാണ്, അടിപൊളിയാണ് എന്നൊക്കെ പറയാറില്ലേ. അപ്പം ആ ഒരു ലെവലിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പൊ എന്താണ് അതിനു വേണ്ടിയിട്ട് അവിടെ ആ ഒരു പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയും പറഞ്ഞു കൊടുക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരുടെ സ്റ്റാൻഡേർഡ്, ഇപ്പോഴത്തെ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്താണെന്ന് അക്രെഡിറ്റ് ചെയ്ത് അവരോട് പറയുകയും, അതുപോലെ തന്നെ അതിൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്യും. Then second point, to place students at the center of the accreditation process, providing consistent learning, support and development to pre-primary school with comprehensive quality standards and a well-researched framework. അതുപോലെ തന്നെ എന്താണ് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്, ഓർഗനൈസേഷൻ കൂടിയാണ് പ്രീ പ്രൈമറി സ്കൂൾ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം കുട്ടികൾക്ക് സ്ഥിരമായിട്ട് കോൺസിസ്റ്റന്റ് ആയിട്ടുള്ള ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ അവർക്ക് സപ്പോർട്ടും അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും, അതുപോലെ സ്കൂളിന്റെ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും സ്ട്രെങ്തൻ ചെയ്ത് എന്താണ് ഇപ്പൊ ചില കാര്യങ്ങൾ എന്താണ് നമ്മൾ റിസർച്ച് ഒക്കെ കണ്ടക്ട് ചെയ്യേണ്ടി വരും, എന്താണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് അത്രയും ഇൻഡെപ്ത് ആയി പഠിച്ച് വളരെ എന്താണ് വിശാലമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് വിശദമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇത് രണ്ടുമാണ് പ്രീ പ്രൈമറി സ്കൂൾ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എയിംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രീ പ്രൈമറി സ്കൂൾ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വർക്കിംഗ് ഇൻ റിസർച്ച് ഡെവലപ്മെന്റ് ആൻഡ് standardization of pre-primary school for betterment of early education in India and strengthening future generations of India. അപ്പം ഈ ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ശരിക്കും കുട്ടികളുടെ ആ ഒരു ബേസ് ആണ് അല്ലെ, അവരുടെ ബേസ് ഫൗണ്ടേഷൻ ആണ്, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫോർമൽ എഡ്യൂക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ കുട്ടികളുടെ ഒരു എന്താണ് ബ്രൈറ്റ് ഫ്യൂച്ചർ അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീ സ്കൂളുകൾ ബെറ്റർമെന്റ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അതിനു വേണ്ടിയിട്ട് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ
ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്വാളിറ്റി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്രീ സ്കൂൾ റിലേറ്റഡ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. അങ്ങനെ നല്ലൊരു ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എഡ്യൂക്കേഷണൽ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസും എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കാം. Promoting preschool education, providing accreditation certificate to pre and primary schools, providing school-related services, e-learning education, books, teaching tools, teacher training courses with certificates, seminars, etc. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇവര് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ എന്താണ്, അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ എക്സാമിൻ ചെയ്തിട്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കംപ്ലീറ്റ്ലി അവരുടെ ക്വാളിറ്റി ഒക്കെ പരിശോധിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. A+ ഗ്രേഡ്, A ഗ്രേഡ് അല്ലെങ്കിൽ B+, ആ ഒരു ലെവലിലൊക്കെ. ദെൻ അതുപോലെ തന്നെ എന്താണ്, പ്രീ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലേണിംഗ് എഡ്യൂക്കേഷൻ, ഇലക്ട്രോണിക് ലേണിംഗ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ടീച്ചിങ് ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും സെമിനാർസും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ Pre-Primary School Accreditation Council of India are committed to maintain its leadership in educational and other related services to the entire satisfaction of the organization. This shall be achieved by continuous improvement in processes and systems through involvement of all schools and practical observations. അപ്പോൾ Pre-Primary School Accreditation Council നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, എഡ്യൂക്കേഷണൽ ഫീൽഡിലും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസിലും അത്രത്തോളം കമ്മിറ്റഡ് ആയിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പം അവരെന്താണ്, കൂടുതലും ഇത്തരത്തിലുള്ള പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ അതിനെ മാക്സിമം അച്ചീവ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുക, അതിന്റെ സിസ്റ്റത്തിൽ നല്ല എന്താണ് പുരോഗതി ഉണ്ടാക്കുക. അതുപോലെ തന്നെ എന്താണ്, സ്കൂളും അതിന്റെ പ്രാക്ടിക്കൽ ഒബ്സർവേഷനിലും ഒക്കെ സ്കൂളിനെ എന്താണ് അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ സജസ്റ്റ് ചെയ്യുക. ആ ഒരു രീതിയിൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പ്രീ പ്രൈമറി സ്കൂൾ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഫോർത്ത് പോയിന്റ് നോക്കാം. They pledge to build a peaceful and sustainable society across the globe and aspire that it can be built with fun, can be curiosity driven and relevant to each learner for her or his human flourishing. അതുപോലെ തന്നെ അവർ അത്രത്തോളം ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് നല്ലൊരു സൊസൈറ്റി, ലോകം മൊത്തം നല്ലൊരു സമൂഹം ക്രിയേറ്റ് ചെയ്യുക, നല്ലൊരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതിനു വേണ്ടിയിട്ട് എന്താണ്, അല്ല പീസ്ഫുൾ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള, സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള സൊസൈറ്റി, നമ്മുടെ നാച്ചുറിനെ ഒന്നും ഹാം ചെയ്യാതെ, പ്രകൃതിയൊന്നും പൊല്യൂട്ട് ചെയ്യാതെ, നശിപ്പിക്കാതെ നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് എന്താണ് നമ്മുടെ സൊസൈറ്റിയിലും ലോകം മൊത്തവും ഉണ്ടാക്കുക എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയാണ് അവരെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ്, അവർക്ക് ലേണിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് ഏറ്റവും കൂടുതൽ അവർ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ആഗ്രഹം, ആ ഒരു വിഷ് അല്ലെങ്കിൽ ഗോൾ എന്നൊക്കെ പറയുന്നത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ തീർച്ചയായിട്ടും ഫൺ ഫീൽഡ് ആയിരിക്കണം, നല്ല ഫൺ ആയിരിക്കണം. കുട്ടികൾ വളരെ ജോയ്ഫുൾ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് അവർക്ക് ലേണിങ്ങിലൂടെ മുന്നോട്ട് പോകാൻ പറ്റണം. അതുപോലെ ക്യൂരിയോസിറ്റി ഡ്രൈവൺ ആയിരിക്കണം അല്ലെ, തീർച്ചയായിട്ടും ക്യൂരിയോസിറ്റി വേണം. അപ്പോഴാണ് കുട്ടികൾ നെക്സ്റ്റ് എന്ത് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ റെലവെന്റ് ടു ഈച്ച് ലേണർ ഫോർ ഹിസ് ഓർ ഹെർ ഹ്യൂമൻ ഫ്ലറിഷിങ്. അപ്പോൾ അവർക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെ കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. Then fifth point നോക്കാം. It's a center of research excellence engaged in developing innovative tools and methodologies to transform education to meet global challenges. അതുപോലെ തന്നെ
ഒരു റിസർച്ച് സെന്റർ ആണെന്ന് നമുക്ക് പറയാം. അതായത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലുള്ള എക്സലൻസിന് വേണ്ടിയിട്ടും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടൂൾസും മെത്തഡോളജീസും ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഗ്ലോബലി എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഉണ്ടാകുന്ന എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഫേസ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഫീൽഡിൽ നമ്മൾക്ക് എന്താണ് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് എന്താണ് ചില ചാലഞ്ചസ് ഒക്കെ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള വെല്ലുവിളികളും എഡ്യൂക്കേഷൻ ഫീൽഡിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നേരിടുന്ന പ്രോബ്ലത്തിനും അതുപോലെ തന്നെ മറ്റുള്ള ചാലഞ്ചസിനും ഒക്കെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് റിസർച്ചുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. Then sixth point നോക്കുക, it's a platform of expertise of educational professionals who are recognized for the quality and significance of their teaching, innovation and leadership. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രീ പ്രൈമറി സ്കൂൾ അക്രഡിറ്റേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പം അവരുടെ ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. അപ്പൊ ഇവരെന്താണ് നല്ല ക്വാളിറ്റി ഉള്ള വളരെ പ്രാധാന്യമുള്ള ആ ഒരു ടീച്ചിങ് റിലേറ്റഡ് ആയിട്ട് പുതിയ ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരിക, പ്രീ സ്കൂൾ എഡ്യൂക്കേഷനെ മുന്നോട്ട് ലീഡ് ചെയ്യുക, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കുക, they believe in giving out deep and extended knowledge about the formation and utilization of educational capabilities. അതുപോലെ തന്നെ എന്താണ് വൈഡ് ആയിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള നോളജുകൾ ഇത്തരത്തിൽ എന്താണ് എഡ്യൂക്കേഷണൽ കാപ്പബിലിറ്റീസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള വൈഡ് നോളജുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഹെൽപ്സ് ഇൻ ഫിസിക്കൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഫിസിക്കൽ ആയിട്ടുള്ള ഫെസിലിറ്റീസും അതുപോലെയുള്ള മെറ്റീരിയൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ കുട്ടികളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റും വരും, ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റും വരും കേട്ടോ. അപ്പൊ ഇതിലെന്താണ് കുട്ടികൾക്ക് ഫിസിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് എന്താണ് എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് അവരുടെ ഹൈറ്റ് വെയിറ്റ് ഒക്കെ മെഷർ ചെയ്ത് അവർക്ക് ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിർദ്ദേശിക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസും ബിൽഡിങ്ങും ഒക്കെ നല്ല രീതിയിൽ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. Then helps in inculcating important qualities like teamwork, self-help and mental development. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ക്വാളിറ്റീസ് അല്ലേ, അപ്പൊ അതിനൊക്കെ എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസിന് ടീം വർക്ക്, അതുപോലെ സെൽഫ് ഹെൽപ്പ്, അതുപോലെ മെന്റൽ ഡെവലപ്മെന്റ്. അപ്പം എന്താണ് ഒരു ടീം വർക്ക് ആയിട്ട് ടീമായിട്ട് ഇപ്പൊ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, അവർക്ക് വലിയൊരു ഇതില്ലെങ്കിൽ അതിലൊരു ടീമായിട്ട് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ സ്വയം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക, അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ അവർ തരും, സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു തരും. അതുപോലെ മെന്റൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമല്ല കുട്ടികളുടെ മെന്റൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽപ്സ് ഇൻ മോട്ടോർ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അപ്പൊ കുട്ടികളുടെ മോട്ടോർ ഡെവലപ്മെന്റ്, അതായത് ഹാൻഡും അതുപോലെ ഐയും അവരുടെ മൈൻഡും ബ്രെയിനും ഒക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഡിഫറെന്റ് കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്ന ആ ഒരു ലേണിംഗ് ബൈ ഡൂയിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്ന ആ ഒരു രീതി. അപ്പം ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യും, കുട്ടികൾ ഓരോരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്താണ് പഠിക്കുന്നത്. അപ്പൊ അതിലൂടെ ഡിഫറെന്റ് അവരുടെ മൂവ്മെന്റ്സിലൂടെ അല്ലെങ്കിൽ ഓരോരോ ആക്ടിവിറ്റീസിലൂടെയൊക്കെ അവർ ഡിഫറെന്റ് ആയിട്ടുള്ള ലേണിങ്ങിലൂടെ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ അവർക്ക് എന്താണ് ഒരു നോളജ് സ്ട്രെങ്തൻ ചെയ്യാനും തിരിച്ചറിവ് ആ ഒരു രീതിയിൽ എന്താണ് നോളജുകൾ ഫോം ചെയ്യാനും ഗുഡും ബാഡും തിരിച്ചറിഞ്ഞ് ആ ഒരു രീതിയിലുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നു കേട്ടോ. ദെൻ നെക്സ്റ്റ്
The objective of these early years of learning is to produce a child who is beginning to feel confident about himself, enjoys creative tasks, can take simple decisions easily, and enjoys the process of learning. The curriculum must therefore give importance to every aspect of development. അതുപോലെ തന്നെ ഈ ഒരു ഏർലി ഇയേഴ്സിലെ ലേണിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികളെ എന്ത് ചെയ്യാണ് വളരെ കോൺഫിഡന്റ് ആയിട്ട് അവരുടെ സെൽഫ് കോൺഫിഡൻസ് സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ ക്രിയേറ്റീവ് ആക്കിയിട്ട് കുട്ടികളെ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്താണ് ആ ഒരു ലേണിംഗ് പ്രോസസ്സിൽ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും ഈസി ആയിട്ട് ഡിസിഷൻസ് മേക്ക് ചെയ്യാനും ആ ഒരു രീതിയിൽ എന്താണ് കരിക്കുലത്തിനെയും ഡിസൈൻ ചെയ്തുകൊണ്ട് ഓരോ ആസ്പെക്റ്റിലെയും ഡെവലപ്മെന്റിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. Then next point നോക്കാം, ഇൻവോൾവ് ഇൻ പ്രാക്ടീസ് ഓഫ് സെൽഫ് ഡെവലപ്മെന്റ്. കുട്ടികൾക്ക് സെൽഫ് അവരുടെ എന്താണ് സ്വയം അവരുടെ ഓരോ കാര്യങ്ങളിലും ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടി അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് സ്കൂൾ ആക്ടിവിറ്റീസ് ഒക്കെ അവർ സ്വയം ചെയ്ത് ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ആ ഒരു പ്രാക്ടീസും ഒക്കെ പ്രീ പ്രൈമറി സ്കൂൾ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Then learn to use daily tools like scissors, brush, etc. അതുപോലെ തന്നെ അവർക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട ഡിഫറെന്റ് മെറ്റീരിയൽസ് ഉണ്ട്. സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യുക, അതുപോലെ ബ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ പെയിന്റിംഗ് ബ്രഷ് യൂസ് ചെയ്യുക. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അതിനുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഹെൽപ്സ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ് ആ ഒരു രീതിയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോ ടീച്ചേഴ്സിനോടായിരിക്കും ഈ കാര്യങ്ങൾ, ടീച്ചേഴ്സിനായിരിക്കും ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ദെൻ ഗെറ്റ് ഫാമിലാരിറ്റി വിത്ത് ബേസിക്സ് ഓഫ് അരിത്തമെറ്റിക്സ് ആൻഡ് ലാംഗ്വേജ്. അപ്പൊ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ അരിത്തമെറ്റിക് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള ആ ഒരു ഫെമിലാരിറ്റി ഉണ്ടാക്കാൻ, കുട്ടികളിൽ ഫെമിലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then explore different activities like running and allied sports. അതുപോലെ തന്നെ എന്താണ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ്, അതായത് ഓട്ടം, ചാട്ടം, അതുപോലെ അലൈഡ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള അത്ലറ്റിക് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്പോർട്സുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ കായിക പ്രവർത്തനങ്ങള് അതൊക്കെ ചെയ്തിട്ട് കുട്ടികളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും എക്സസൈസും ആ ഒരു രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രീ പ്രൈമറി സ്കൂൾ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നുമില്ല, പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഓവറോൾ ഡെവലപ്മെന്റ് എല്ലാ ആസ്പെക്റ്റിലും ഇപ്പൊ നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സും എയിംസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ എല്ലാ ആസ്പെക്റ്റിലും ഇവര് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ അത്രയേ ഉള്ളത്, സിമ്പിൾ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, നാഷണൽ ക്രീഷേഴ്സ് സ്കീം. National Crisis Scheme, earlier named as Rajiv Gandhi National Crisis Scheme, is being implemented as a centrally sponsored scheme through states, union territories with effect from 1/1/2017 to provide daycare facilities to children age group of 6 months to 6 years of working mothers. അപ്പോൾ ഇവിടെ നാഷണൽ ക്രിഷേഴ്സ് സ്കീം, മുമ്പ് ഇതിനെ രാജീവ് ഗാന്ധി നാഷണൽ ക്രീഷേഴ്സ് സ്കീം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പം ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു സ്കീമാണ്. അപ്പം അത് സ്റ്റേറ്റുകൾക്കും അതുപോലെ യൂണിയൻ ടെറിട്ടറീസിനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് 2017 ജനുവരി 1 കേട്ടോ ഇത് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിലൂടെ എന്താണ് 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇതിന്റെ ഫെസിലിറ്റീസ് കിട്ടുക, അതായത് വർക്കിംഗ് മദേഴ്സിന്റെ കുട്ടികൾക്കാണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. The salient features of National Crisis Scheme are as follows. Daycare facilities including sleeping facilities. അപ്പൊ കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഇതൊരു ശരിക്കും നമ്മുടെ ഡേ കെയർ പോലെയുള്ള ഒരു എന്താണ് ബേബി പ്രൊട്ടക്ഷൻ സെന്റർ ആണ്, അല്ലെങ്കിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ സെന്റർ ആണ് കേട്ടോ, ഒരു ശിശു സംരക്ഷണ കേന്ദ്രമാണ്. അപ്പൊ ഇവിടെ എന്താണ് ഡേ കെയർ ഫെസിലിറ്റീസ്
ഉണ്ട്. അതായത് കുട്ടികളെ നമ്മൾ സാധാരണ ഡേ കെയർ എങ്ങനെയാണ്, കുഞ്ഞു കുട്ടികളെയൊക്കെ അവിടെ കൊണ്ടുപോകുന്നു, അവരെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, കുട്ടികളെ വാഷ് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, ഫുഡ് കൊടുക്കുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അതുപോലെ ഉറങ്ങാനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഏർലി സ്റ്റിമുലേഷൻ ഫോർ ചിൽഡ്രൻ ബിലോ 3 years ആൻഡ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഫോർ 3 to 6 years ഓൾഡ് ചിൽഡ്രൻ. ഇവിടെ വെറും ഡേ കെയർ ഫെസിലിറ്റി മാത്രമല്ല, അതായത് 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ആ ഒരു ഏർലി സ്റ്റിമുലേഷൻ എന്നുള്ള രീതിയിൽ ഡേ കെയർ ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏർലി ഇയേഴ്സിൽ അവർക്ക് വേണ്ട സ്നേഹവും കെയറിങ്ങും ഒക്കെ കൊടുത്ത് അവരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യും, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 6 മാസം മുതൽ 6 വയസ്സ് വരെ എന്ന് പറഞ്ഞു. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏർലി ചൈൽഡ്ഹുഡ് കെയറും ആ ഒരു സ്നേഹവും ആ ഒരു ഇതൊക്കെയാണ് കൊടുക്കുന്നത്. എന്നാൽ 3 to 6 years ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്ക് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ സപ്ലിമെന്ററി ന്യൂട്രീഷൻ, അപ്പൊ ആ ഒരു ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് സപ്ലിമെന്റ് ചെയ്യുന്നു. ദെൻ ഗ്രോത്ത് മോണിറ്ററിങ്, കുട്ടികളുടെ ഹൈറ്റും വെയിറ്റും അങ്ങനെയുണ്ട്, അവർ ഹെൽത്തി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു. അതുപോലെ ഹെൽത്ത് ചെക്കപ്പ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ, അവിടെ എന്ത് ചെയ്യുന്നു, റെഗുലർ ആയിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് ഈ വാക്സിൻസ്, അതുപോലെ പോളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്രീഷെ സ്കീമിന്റെ ഫീച്ചേഴ്സ്. ഇനി നമുക്കിതിന്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Crèche shall be open for 26 days in a month and for 7.5 hours per day. അപ്പൊ ഈ ഒരു ക്രീഷെ സ്കീം എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് 26 ദിവസം ഇത് ഓപ്പൺ ആയിരിക്കണം. അതായത് സൺഡേ മാത്രമായിരിക്കും ലീവ് ഉണ്ടാവുക. അതുപോലെ ഓരോ ദിവസവും 7.5 മണിക്കൂർ ഇത് പ്രവർത്തിക്കണം. ഓക്കെ, ഓരോ മാസത്തില് 26 ദിവസം ഓപ്പൺ ചെയ്യുകയും വേണം. ഓരോ ദിവസവും 7.5 മണിക്കൂർ 7.5 hours ഇവിടെ അത് ഓപ്പൺ ആയിട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ സെക്കൻഡ് ഗൈഡ് ലൈൻസ് നോക്കാം. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ക്രീഷെ ഷുഡ് നോട്ട് ബി മോർ ദാൻ 25 per ക്രീഷെ വിത്ത് 1 വർക്കർ ആൻഡ് 1 ഹെൽപ്പർ റെസ്പെക്റ്റീവ്ലി. അപ്പൊ ഇവിടെ എന്താണ്, ഈ ഒരു ക്രീഷയില് 25 കുട്ടികളിൽ കൂടാൻ പാടില്ല, മാക്സിമം 25 പാടുള്ളൂ. അവിടെ എന്തായിരിക്കണം, ഒരു വർക്കറും ഒരു ഹെൽപ്പറും ഉണ്ടാവണം. നമ്മൾ അംഗൻവാടികളിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഒരു വർക്കറും ഒരു ഹെൽപ്പറും. Then user charges to bring in an element of community ownership and collected as under. അപ്പൊ അതുപോലെ എന്താണ്, ഓരോരുത്തർക്കും ചെറിയ ചെറിയ ഫീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നോക്കുക, BPL ഫാമിലി. അപ്പൊ BPL ഫാമിലീസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ₹20 per child per month. ഓരോ മാസവും ഓരോ കുട്ടിയിൽ നിന്നും 20 രൂപയാണ് BPL ഫാമിലീസിന്. ആൻഡ് ഫാമിലീസ് വിത്ത് ഇൻകം ബോത്ത് പാരന്റ്സ് ഓഫ് അപ് ടു 12,000 per month are 100 per child per month. അതുപോലെ തന്നെ എന്താണ്, 2 പാരന്റ്സിനും കൂടിയിട്ട് 12,000 ആ ഒരു റേഞ്ചിലുള്ള സാലറി ഉള്ളവർക്ക് ഓരോ കുട്ടികൾക്കും എന്താണ് 100 രൂപയാണ് ഒരു മാസം വരുന്നത്. Then C, families with income above ₹12,000 per month are 200 per child per month. അപ്പം എന്താണ്, 12,000 above 12,000 രൂപക്ക് മുകളില് വരുമാനമുള്ളവർക്ക് ഓരോ കുട്ടിക്കും 200 രൂപ വെച്ചാണ് ഫീസ് വരുന്നത്. അപ്പൊ ഇവിടെ ആൾക്കാരുടെ എക്കണോമിക് കണ്ടീഷനും കൂടെ നോക്കിയിട്ടാണ് കേട്ടോ ഫീസ്. അതായത് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലാത്ത പാവപ്പെട്ട BPL ഫാമിലിയിലുള്ളവർക്ക് എന്താണ് 20 രൂപയേ ഉള്ളൂ ഒരു മാസം. അതുപോലെ 12,000 രൂപ വരെ വരുമാനം ഉള്ളവർക്ക് 100 രൂപയാണ് ഓരോ കുട്ടിക്കും ഫീസ് വരുന്നത്. 12,000 രൂപക്ക് മുകളിലുള്ള ഇൻകം ഉള്ള ഫാമിലിയില് ഓരോ കുട്ടിക്കും മാസത്തിൽ 200 രൂപയാണ് ഫീസ് വരുന്നത്. ഓക്കെ, as on 11th March 2020,
6,453 creches are functional across the country under the National Creches Scheme. Regular and strict monitoring is conducted at different levels to ensure effective running of the scheme and also to ensure that the beneficiaries are delivered services as envisaged in the scheme. Monitoring of implementation of the scheme is being undertaken through meetings and video conferences with the officials of state governments or union territories. 2020 മാർച്ച് 11 കണക്ക് പ്രകാരം ഏകദേശം 6,453 ക്രീഷകൾ നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു നാഷണൽ കൃഷി സ്കീമിന്റെ ഭാഗമായിട്ട്. അപ്പം 2017 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഏകദേശം 3 വർഷം ആകുമ്പോഴത്തേക്കും ഇത്രയും നമ്പർ 6,453 കൃഷികൾ നമ്മുടെ രാജ്യത്ത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് വളരെ റെഗുലർ ആയിട്ട് സ്ട്രിക്റ്റ് മോണിറ്ററിങ്ങിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത് എഫക്റ്റീവ് ആയിട്ട് പോകുന്നുണ്ടോ, അതുപോലെ തന്നെ എന്താണ് ഇതിൽ കുട്ടികൾക്കൊക്കെ അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ടോ, സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മുകളിൽ നിന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഇത്തരത്തിലൊരു സ്കീം പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മീറ്റിങ്ങുകൾ, വീഡിയോ കോൺഫറൻസുകളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും യൂണിയൻ ടെറിട്ടറീസിലുമുള്ള ഒഫീഷ്യൽസ് ഒക്കെ കണ്ടക്ട് ചെയ്യും. Then ministry officials undertake field visit to ascertain the status of implementation of the scheme. Niti Aayog conduct the third party evaluation. അപ്പൊ എന്താണ് നമ്മുടെ മിനിസ്ട്രി ഒഫീഷ്യൽസ് ഒക്കെ തന്നെ എന്താണ് ഇത്തരത്തിലുള്ള ഫീൽഡ് വിസിറ്റ് ഒക്കെ നടത്തിയിട്ട് അതിന്റെ സ്റ്റാറ്റസ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പരിശോധിക്കും കേട്ടോ. അതുപോലെ ഇവിടെ ഇതിന്റെ തേർഡ് പാർട്ടി ഇവാലുവേഷൻ നടത്തുന്നത് നീതി ആയോഗ് ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയറിലൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നീതി ആയോഗ് ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു തേർഡ് പാർട്ടി ഇവാലുവേഷൻ എന്നുള്ള രീതിയിൽ അതിന്റെ ഇവാലുവേഷൻ കാര്യങ്ങളും സ്റ്റാറ്റസും ഒക്കെ എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് നാഷണൽ ക്രീഷേ സ്കീം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ബൈ, താങ്ക് യു.